നമാമീശമിശാനനിർവാണരൂപം വിഭും വ്യാപകം ബ്രഹ്മവേദസ്വരൂപം നിജം നിർഗുണം നിർവികൽപം നിരീഹം ചിദാകാശമാകാശവാസം ഭജേഹം നിരാകാരമോങ്കാരം. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. പഞ്ചദ്വാരക തീർത്ഥയാത്രയുടെ ഭാഗമായി ഞങ്ങളിപ്പോൾ ഭാവനഗർ ജില്ലയിൽ കോലിയ ഗാവിലുള്ള നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രത്തിലാണ്. ഭാരതം അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. ഈ നിഷ്കളങ്ക മഹാദേവ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് കടലിന്റെ ഏറെക്കുറെ 1 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ്. ഒരുപക്ഷെ ഇത് നിർമ്മിച്ച കാലത്ത് ഇത് കടൽ കരയിൽ തന്നെയായിരുന്നു. പിന്നീട് അത് കടലിങ്ങോട്ട് കയറി വന്ന് അങ്ങനെയായിരിക്കാം ഇത് കടലിൻ്റെ ഉള്ളിൽപ്പെട്ടത്. ഇവിടെ നന്ദി വിഗ്രഹമുണ്ട്. ഈ ഭഗവാനെ വിളിക്കുന്നത് നിഷ്കളങ്ക മഹാദേവ് എന്നാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഭാരതം ആരാധനയുടെയും ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും നാടാണ്. അതായിരിക്കാം ഹൈന്ദവ സമൂഹം ഇത്രമാത്രം ഒരു ഏകത്വത്തിൽ ഐക്യത്തിലൊക്കെ ജീവിക്കുന്നത്. അതാണ് ഭാരതത്തിൽ ഇത്രമാത്രം ശാന്തിയും സമാധാനവും സ്വസ്ഥതയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതും. ഭാരത സംസ്കാരമായിരുന്നു ലോകത്തിൻ്റെ സംസ്കാരമെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഒരു ആനന്ദത്തിൻ്റെ കലവറയാകുമായിരുന്നു. ഇവിടെ ഈ നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നിഷ്കളങ്ക മഹാദേവ് എന്ന് പറയുന്നത് നിഷ്കമ്പന മഹാദേവ് ആയതുകൊണ്ടാണ്. അതായത് കടലിൽ നമുക്കറിയാം തിരമാലകൾ ശക്തിയിൽ കയറി വരും, സുനാമികൾ ഉണ്ടാവും. ഇപ്പം കടൽ കയറുമ്പോൾ ആ സമയത്ത് മനുഷ്യ ജീവിതത്തിൽ സന്തോഷം വരിക, അതായത് പ്രതീക്ഷിച്ചൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്കർഷം, അമിതമായ ആവേശം. കടലിറങ്ങുന്നത് ജീവിതത്തിൽ പലതും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, വേദന, വിഷാദം, ഇതൊന്നുമില്ലാതെ എല്ലാറ്റിനും സാക്ഷിയായിട്ട് നിഷ്കമ്പനായിട്ടിരിക്കുക. അത് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുമോ? സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ, സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, അതായത് നെഞ്ചിൻ്റെ നടുവിൽ ശിവലിംഗത്തെ ധ്യാനിക്കണം. ശിവലിംഗം എന്നത് ശിവനിലേക്ക് നമ്മളെ ഉയർത്തുന്ന ലിംഗം. ലിംഗം എന്ന് പറഞ്ഞാൽ നമ്മളിലെ പ്രാണനെ ഉണർത്തുന്നത് എന്നാണ് അർത്ഥം. അത് പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളൊരു വാക്കുകൂടിയാണ്. അത് അവരുടെ വിവരക്കേടും അവരുടെ ശുദ്ധ അസംബന്ധങ്ങളും. മനുഷ്യ പ്രാണനെ ഉണർത്തുന്ന ശക്തി രൂപമാണ് ശിവലിംഗം. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറ്റോമിക് എനർജിയുടെയൊക്കെ ഡോമുകളൊക്കെ ഒരു ശിവലിംഗ മോഡലിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് നിങ്ങൾ ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാൽ മൃത്യോർ മുക്ഷീയമാമൃതാത് എന്ന് പറഞ്ഞ മനസ്സുകൊണ്ട് ആ ശിവലിംഗത്തെ നിങ്ങൾ അഭിഷേകം ചെയ്യാം. 11 പ്രാവശ്യം ഏകാദശ രുദ്രന്മാരെ സങ്കല്പിക്കും. ആ ഒരു സങ്കല്പത്തിൽ 11 പ്രാവശ്യം അങ്ങനെ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അഭിഷേകം ചെയ്ത് നിങ്ങളുടെ മനസ്സ് കുറച്ച് കഴിഞ്ഞാൽ നോക്കുള്ളൂ, മനസ്സിനുണ്ടാകുന്നൊരു ഊർജവും ശക്തിയും ആനന്ദവും നിങ്ങളുടെ ജീവിതം മംഗളമാക്കും. അതുതന്നെയാണ് നിഷ്കളങ്ക മഹാദേവ്. കളങ്കങ്ങളിൽ നിന്ന് മുക്തമായൊരു മനസ്സിനെ നേടിയെടുക്കാനാണ് നിഷ്കളങ്ക മഹാദേവ്. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം പ്രണീതാരം പ്രണതോസ്മി സദാശിവം. ഓം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രികാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഃ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുവബന്ധനാൽ മുക്തോ മുക്ഷീയമാമൃതാത്. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുവബന്ധനാൽ മുക്തോ മുക്ഷീയമാമൃതാത്. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുവബന്ധനാൽ മുക്തോ മുക്ഷീയമാമൃതാത്. യാത്രയിൽ വന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം കടലിറങ്ങിക്കിട്ടുക എന്നത് എപ്പോഴും സംഭവിക്കുന്നതല്ല. പ്രത്യേകിച്ച് പൗർണമി സമയം ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. കാലത്ത് ഞങ്ങൾക്കിവിടെ കടലിലൂടെ ഒരു 3/4 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. കടലിറങ്ങി ഞങ്ങൾക്ക് വരാൻ സാധിച്ചു. നിഷ്കളങ്ക മഹാദേവനെ കാണാൻ സാധിച്ചു. അതും ഒരു 500 മീറ്റർ ദൂരെയാണ് നന്ദി വിഗ്രഹമുള്ളത്. അവിടെ എല്ലാം ദർശിക്കാൻ സാധിച്ചു. സാധാരണ ഇതൊന്നും കാണാൻ പറ്റാറില്ല. ഈ പ്രാവശ്യം അതെല്ലാം സാധിച്ചു. എല്ലാം ഭഗവാന്റെ അനസ്യൂതമായ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ കാരുണ്യവും ആ ഗുരുപരമ്പരയുടെ പാതാരബിന്ദങ്ങളിൽ നമിക്കുന്നു.
ശിവപാതാരബിന്ദങ്ങളിൽ നമിക്കുന്നു. ഹരി ഓം. എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ. പ്രണാമം. हर हर महादेव। न जानमि योगं जपं नैव पूजा न तोऽहं सदा सर्वदा शम्भुतुभ्यम् जरा जन्म दुःखौघतातप्यमानम् प्रभो पाहि आपन्नमामीश शम्भो।